പഠിപ്പിക്കുന്ന ഈ വചനഭാഗത്തിലെ പാഠം കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക് എന്നുള്ളത്. കാഴ്ചയെക്കുറിച്ച് വലിയ കാഴ്ചപ്പാട് നമുക്കുണ്ടാകും. കാഴ്ച എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? തത്വചിന്തയിലെ വലിയൊരു ചിന്തയാണ് കാഴ്ച എവിടെ നിന്ന് ആരംഭിക്കുന്നത്. നമ്മൾ കാണുന്ന വസ്തുവിൽ നിന്നാണോ കാഴ്ച ആരംഭിക്കുന്നത്? അതോ പ്രകാശത്തിൽ നിന്നാണോ കാഴ്ച ആരംഭിക്കുന്നത്? അതോ കണ്ണിൽ നിന്നാണോ കാഴ്ച ആരംഭിക്കുന്നത്? അതോ മനസ്സിൽ നിന്നാണോ? കാഴ്ച എവിടെ നിന്ന് ആരംഭിക്കുന്നത്? കാഴ്ച ആത്യന്തികമായിട്ട് മനസ്സിൽ നിന്നാണ് ആരംഭിക്കുന്നത്. കാരണം കാണണോ വേണ്ടതെന്ന് തീരുമാനിക്കണം എന്റെ മനസ്സാ. എന്റെ മനസ്സ് തീരുമാനിക്കണം കാണണ്ട എന്ന് വിചാരിച്ച കണ്ണടച്ചു, പിന്നെ കാഴ്ചയില്ല. മാത്രമല്ല, ഒരു വസ്തു അത് കാണുമ്പോൾ അതെന്താണ് എന്ന് തീരുമാനിക്കുന്ന ആ തീരുമാനം, ആ കാഴ്ചപ്പാട് എൻ്റെ മനസ്സിൽ നിന്നാ പോകുന്നത്. ഇപ്പോ ഒരു നീളമുള്ള ഒരു കോല് കണ്ടു. അതൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് അവനെ അടിക്കാനുള്ള വടിയാ, അവന്റെ കാഴ്ച അതാ. ഒരു ചൂരലിന്റെ വടി കണ്ടു കഴിഞ്ഞാല് കുഞ്ഞ് ധരിക്കുന്നത് കുഞ്ഞിനെ അടിക്കാനുള്ള വടിയാണ്. ഒരു മുതിർന്ന ആള് കണ്ടു കഴിഞ്ഞാല് അപ്പൊ വിചാരിക്കും ഇവിടെ പൂച്ചയോ പട്ടിയോ എന്തോ ഉണ്ട്, അതിനെ ശിക്ഷിക്കാനുള്ള സാധനമാണ് വടിയെന്ന്. ഒരു പ്രായമായ ഒരാള്, വളരെ പ്രായമായ ഒരാള് ഒരു ചൂരലിന്റെ വടി കണ്ടു കഴിഞ്ഞാൽ അയാൾ വിചാരിക്കും അത് പുറം മാന്താൻ വെച്ചേക്കണത്. മൂന്നുപേരും കണ്ടത് ഒന്ന് തന്നെയാണ്, പക്ഷേ കാഴ്ച മാറി. അപ്പൊ കാഴ്ച ആരംഭിക്കുന്നത് കണ്ണിൽ നിന്നാണ്. ബൈബിളിലെ രണ്ട് പ്രതീകങ്ങളാണ് പ്രാവും കാക്കയും. പ്രാവ് പരിശുദ്ധാത്മാവിന്റെ പ്രതീകമാണ്, കാക്ക തിന്മയുടെ പ്രതീകമാണ്. കാരണം എന്താണെന്നറിയാവോ? കാഴ്ചപ്പാടിൽ വ്യത്യാസമുണ്ട്. പ്രാവ് എപ്പോഴും അന്വേഷിക്കുന്നത് അഴുക്ക് പറ്റാത്ത ശുദ്ധമായ ധാന്യങ്ങൾ മാത്രമാണ്. അഴുക്ക് പറ്റിയ ധാന്യത്തെ പ്രാവ് കഴിക്കില്ല. ശുദ്ധമായ ഭക്ഷണം മാത്രമേ കഴിക്കൂ. അതേസമയം കാക്ക നോക്കുന്നത് മുഴുവൻ ചത്തതുണ്ടോ, ചീഞ്ഞതുണ്ടോ, നാറുന്നതുണ്ടോ. ചത്തതും ചീഞ്ഞതും നാറുന്നതും മാത്രമാണ് കാക്ക അന്വേഷിക്കുന്നത്, ചെളി പുരണ്ടതുണ്ട്. അപ്പം കാക്കയുടെ കണ്ണ് ഈ മോശപ്പെട്ട കാര്യങ്ങളിലേക്കാണ്, പ്രാവിന്റെ കണ്ണ് നന്മയിലേക്കാണ്. അപ്പം ഈ കാഴ്ച, പരിശുദ്ധാത്മാവിന്റെ കാഴ്ച എല്ലാത്തിലും നന്മ കാണുക എന്നുള്ളത്. അതുകൊണ്ടാണല്ലോ സൃഷ്ടികർമ്മത്തിന് ശേഷം ദൈവം പറയുക എല്ലാം നന്നായിരിക്കുന്നു. ഈ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞതില് ആ സൃഷ്ടിയില് പാമ്പുണ്ടായിരുന്നല്ലോ, ആ സൃഷ്ടിയില് ആദം ഉണ്ടായിരുന്നല്ലോ. എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സൃഷ്ടിയിൽ പലതും മോശമായിരുന്നു എന്ന് പിന്നീട് ദൈവത്തിന് മനസ്സിലായി. മനസ്സിലായിരുന്നല്ല, തെളിഞ്ഞു. അത് നേരത്തെ ദൈവത്തിന് അറിയാമായിരുന്നോ? അപ്പൊ ഈ മോശമായതിലും നന്മ കാണാൻ പറ്റുക എന്നുള്ള ആ കാഴ്ച, അതാണ് പരിശുദ്ധാത്മാവിന്റെ കാഴ്ച. എൻ്റെ വ്യക്തി ജീവിതത്തില്, എൻ്റെ ജീവിത പങ്കാളിയുടെ ജീവിതത്തില്, എൻ്റെ മക്കളുടെ ജീവിതത്തില്, എൻ്റെ മാതാപിതാക്കന്മാരുടെ ജീവിതത്തില്, ഞാനുമായിട്ട് ബന്ധപ്പെടുന്ന എൻ്റെ സഹപ്രവർത്തകര്, എൻ്റെ കൂട്ടുകാര്, എൻ്റെ അയൽവക്കക്കാര്, എൻ്റെ ബന്ധുക്കള്, ഇവരുടെയൊക്കെ ജീവിതത്തില് ഞാൻ കാണുന്നത് നന്മയാണെങ്കിൽ എന്നില് ഈ പരിശുദ്ധാത്മാവ് ഉണ്ട് എന്നാണ്. അതല്ല, ഞാൻ അവനിലും അവളിലും ഒക്കെയുള്ള തിന്മകളും നാറുന്നതും പ്രശ്നങ്ങളും ഒക്കെയാണ് ഞാൻ കാണുന്നത് എങ്കിൽ ഞാൻ കാക്കയുടെ കണ്ണാണ്, എൻ്റെ കണ്ണിന് തിമിരം ബാധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ കണ്ണിന് എൻ്റെ കണ്ണ് പ്രകാശിക്കുന്നില്ല, എൻ്റെ കാഴ്ച ശരിയല്ലെന്നുള്ള. ഈ കാക്കയെ ശ്രദ്ധിച്ചാൽ നിങ്ങൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. കാക്ക ഒരിക്കലും കാട്ടിലുണ്ടാവില്ല. ഞാൻ ആദിവാസികളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് ഉറപ്പിച്ചു പറയാൻ പറ്റും, കാട്ടില് കാക്ക ഉണ്ടാകില്ല. കാരണം അവിടെ മനുഷ്യവാസം കുറവാണ്. ദൈവം കാക്കയെ സൃഷ്ടിച്ചിട്ടുള്ളത് ഈ ചത്തതും ചീഞ്ഞതും നാറുന്നതും
മനുഷ്യനുണ്ടാക്കും. മനുഷ്യൻ അത്ര വൃത്തികെട്ടവനാണ് എന്നറിയാം. അതുകൊണ്ട് മനുഷ്യവാസം ഉള്ളിടത്തെ കാക്ക ഉണ്ടാവുള്ളൂ. മനുഷ്യവാസമില്ലാത്ത ഒരു ഭൂമിയിലും കാക്ക ഉണ്ടാകില്ല. കാക്ക മനുഷ്യവാസമില്ലാത്തിടത്തേക്ക് പോകുന്നത് രണ്ട് കാര്യത്തിന്. ഒന്ന്, അതിൻ്റെ ഈ പ്രജനനത്തിനും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ വളർത്താൻ, മുട്ടയിടാനും കുഞ്ഞുങ്ങളെ വളർത്താനും. അത് അത്ര അകലെ പോകണമെന്നില്ല. തീരെ അകലെ പോകുന്നത് വാർദ്ധക്യം വരുമ്പോഴാണ്. കാക്ക രോഗിയായി, കാക്ക വാർദ്ധക്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ നമ്മുടെ മനുഷ്യരെ പോലെ എന്നെ നോക്കണം, എന്നെ മക്കൾ നോക്കണം, എന്നെ ജീവിത പങ്കാളി നോക്കണമെന്നും പറഞ്ഞ് അവിടെ അളിഞ്ഞുകൂടി കിടക്കില്ല. അത് അതിന് പറ്റാണ്ടായി കഴിഞ്ഞാൽ ഈ മറ്റു കാക്കകൾക്കൊന്നും പ്രശ്നമില്ലാതിരിക്കാൻ, അവരുടെയൊക്കെ മനസ്സ് വേദനിക്കാതിരിക്കാൻ ഈ കാക്ക ഒറ്റയ്ക്ക് ഒരു മനുഷ്യനോ ഒരു കാക്കയോ കാണാത്ത സ്ഥലത്ത് പോയി അത് അവിടെ ഇരുന്ന് പതുങ്ങിയിരുന്ന് പട്ടിണി ഇരുന്ന് ചാവും. കാക്കയുടെ സ്വാഭാവിക മരണം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കാണാൻ പറ്റില്ല. അപ്പൊ ഇത്ര ദുഷ്ടമായ കാക്കയ്ക്ക് പോലും അത്രയും നന്മയുണ്ടെന്ന് മനസ്സിലാക്കും. എന്നിട്ട് നമുക്ക് ആ നന്മയില്ല എന്നുള്ളത് നമ്മുടെ ആത്മശോധന വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഈ അഴുക്ക് തിന്നുന്നതുകൊണ്ടാണ് നമുക്കറിയാം ഈ ഭാരതത്തിന്റെ ഇന്ത്യ ഗവൺമെന്റിന്റെ ശുചിത്വ മിഷന്റെ അടയാളം എന്താണെന്നറിയോ? ശുചിത്വ മിഷന്റെ അടയാളം കാക്ക ചൂലും പിടിച്ചിരിക്കുന്ന. അതിന്റെ കാരണം ഇതാണ്, ഈ പ്രകൃതിയിലെ തത്വമാണത്. കാക്കയുടെ നന്മയാണത്. ഞാൻ നേരത്തെ പറഞ്ഞത് കാക്കയുടെ തിന്മ ഉള്ളത് കൊണ്ടാണ് ഈ നന്മ ഉണ്ടാവും. കാക്കയുടെ തിന്മ എന്ന് പറയുന്നത് ഈ കാഴ്ച തെറ്റാണ് എന്നുള്ളത്. എല്ലാത്തിൻ്റെയും ചീഞ്ഞതും അളിഞ്ഞതും മാത്രമാണ് കാക്ക നോക്കുന്നത്. പ്രാവ് അങ്ങനെയല്ല. നമ്മുടെ കണ്ണ് തെളിച്ചമുള്ളതാകണമെങ്കിൽ നമ്മുടെ മനസ്സ് ശുദ്ധമാകണം. നന്മ കാണാനായിട്ടും നന്മ പറയാനായിട്ടും പറ്റണം എന്ന് സാരം. അപ്പോൾ അതുകൊണ്ടാണ് ഈ കണ്ണ് ദുഷ്ടമാണെങ്കിൽ, കണ്ണ് രോഗമാണെങ്കിൽ എന്നല്ല പറയണേ, കണ്ണ് ദുഷ്ടമാണെങ്കിൽ, അതായത് കണ്ണിന്റെ മനസ്സ് ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. ശരീരം മുഴുവൻ എന്ന് വെച്ചാൽ ഭൗതിക ശരീരമല്ല, ജീവിതം മുഴുവനാണ്. ഭൗതിക ശരീരമല്ല, നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. അവിടെ ശരീരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീവിതം മുഴുവൻ ഇരുട്ടിലാവും. കാരണം ഒരു സന്തോഷം ഉണ്ടാകില്ല, ഒരു തൃപ്തി ഉണ്ടാകില്ല, ഒരു സ്വസ്ഥത ഉണ്ടാകില്ല, ഒരു സമാധാനം ഉണ്ടാകില്ല. കാരണം അവനവന്റെ ജീവിതത്തിലെല്ലാം കുറ്റവും കുറവാണ് കാണുന്നത്, മറ്റുള്ളവരുടെ ജീവിതത്തിൽ മൊത്തം കുറ്റവും കുറവാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവണം? സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ ശാന്തതയോ ഒന്നും ഉണ്ടാകില്ല. ജീവിതം മുഴുവൻ ഇരുണ്ടു പോകും. അപ്പൊ ഈ അന്ധകാരം വലുതാണെന്നാ പറയുന്നത്. മറ്റൊരു പ്രപഞ്ചം, ഈ പ്രകൃതി അല്ലെങ്കിൽ മനുഷ്യര് ഒക്കെ തരുന്ന ഇരുളിനേക്കാൾ വലിയ ഇരുളാണ് അവനവന്റെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഇരുള്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രസിദ്ധനായ കൂത്തിന്റെ ആചാര്യനായിരുന്ന മാണിമാധവ ചാക്യാരുടെ ജീവിതത്തിൽ ഒരു സംഭവമുണ്ട്. മാണിമാധവ ചാക്യാര് അമ്പലത്തില്, ക്ഷേത്രത്തില് ഉത്സവത്തോടനുബന്ധിച്ച് ഈ കൂത്ത് നടത്തുകയാണ്. ഈ കൂത്ത് നടത്താൻ ഇത്രയും പ്രശസ്തനായ ഒരു മനുഷ്യൻ വന്ന് കൂത്ത് നടത്തുന്നതുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രശസ്തി കേട്ടറിഞ്ഞ ഒരു വിദേശ വനിത ഈ കൂത്ത് കാണാൻ വന്നിരുന്നു. നമുക്കറിയാം, അവർക്ക് ഭാഷ മനസ്സിലാവാനുള്ള, ഭാഷ അറിയാവുന്ന നമുക്ക് തന്നെയും കൂത്ത് കാണാൻ പോയിരുന്ന ഒരു കുന്തവും മനസ്സിലാവില്ല. അപ്പൊ ഈ സ്ത്രീ അവിടെ ഒരാള് കാണാനില്ല, ഇവർ മാത്രമേ ഉള്ളൂ. നേരം പുലരാറായപ്പോ കൂത്ത് അവസാനിച്ചു കഴിഞ്ഞ് ഈ പുറത്തേക്ക് ഇറങ്ങിയ മാണിമാധവ ചാക്യാരോട് ഈ വിദേശ വനിത ചോദിച്ചു, എന്തിനാ നിങ്ങള് ഈ നൃത്തം ചെയ്തത്? ഒരാളും കാണാനുണ്ടായില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരു മറുപടി ഇതാണ്ട്, ആര് പറഞ്ഞു ആരുമില്ലായിരുന്നെന്ന്? എന്നിട്ട് അദ്ദേഹം നെഞ്ചത്ത് കൈവച്ചിട്ട് പറഞ്ഞു, വെളിച്ചമുണ്ടായിരുന്നല്ലോ വെളിച്ചം. ആര് പറഞ്ഞു ആരുമില്ലായിരുന്നെന്ന്? വെളിച്ചമുണ്ടായിരുന്നല്ലോ വെളിച്ചം. ഏത് വെളിച്ചം? ഉള്ളിലെ വെളിച്ചം. ആ ഈശ്വരന്റെ മുമ്പിലാണ് താൻ നൃത്തം വെച്ചത് അല്ലെങ്കിൽ വെച്ചതെന്നുള്ള. അപ്പൊ ഞാൻ പറഞ്ഞു വന്നൊരു ചുരുക്കതാണ്, നമ്മുടെ ജീവിതത്തിലെ വെളിച്ചം ഇരുണ്ടു പോകാതെ
സൂക്ഷിക്കപ്പെടേണ്ടതുണ്ട് നിസാർ.